സർക്യൂട്ട്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കണ്ടക്ടറും എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, അതിലൂടെയാണ് നമ്മളുടെ ഈ സർക്യൂട്ട്സും കാര്യങ്ങളും, അതായത് ഇതിൻ്റെ പവർ കടന്നു പോകുന്ന ഒരു സംഭവമാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. കണ്ടക്ടറും എന്താണ്, ഇൻസുലേറ്റർ എന്താണെന്ന്, അതിപ്പോൾ ഒരു വയർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വയർ എടുത്തിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ, ഞാൻ ഈ വയറിനെ കുറിച്ച് പറയുമ്പോൾ വയറിൽ നമ്മൾ ആ കമ്പി കാണുന്നത് കണ്ടക്ടറും അതിൻ്റെ പുറത്ത് കാണുന്നത് ഇൻസുലേറ്ററുമാണ്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോൺ കറണ്ട് എന്ന് നമ്മളെ കറണ്ടിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ എന്നാണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എങ്ങനെ ഉണ്ടാവുന്നുവെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൽ ഓരോ ഓർബിറ്റുകൾ ഉണ്ടാവും, അതിൻ്റെ ഔട്ടറിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൽ കണ്ടക്ടറായിട്ടുള്ള സംഭവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രോൺസ് പെട്ടെന്ന് കുറവായിരിക്കും, അതായത് ഇപ്പോൾ ഒരു 4ൽ താഴെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇലക്ട്രോൺസിന് നമുക്ക് ഒരു എനർജി കൊടുത്തു കഴിയുമ്പോൾ പുറത്തേക്ക് മാറ്റാൻ കഴിയും. അങ്ങനെയാണ് നമ്മളുടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നതും അതിനെ നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ഈ കണ്ടക്ടറിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് അതിനെ ഒരു എനർജി വെച്ച് എനർജി കൊടുത്ത് പുറത്തേക്ക് എടുക്കുന്നതിനാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്, പല ടൈംസിൽ നമുക്ക് വിളിക്കാറുണ്ട്. അത് ഒന്നെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറയും, രണ്ടാമത് കറണ്ട് എന്ന് പറയും, വാട്ടേജ് എന്ന് പറയും, ആംബിയർ എന്ന് പറയും. ഇതെല്ലാം നമുക്ക് സുപരിചിതമായിട്ടുള്ള വേർഡുകളാണ്. വോൾട്ടേജ്, കറണ്ട്, വാട്ടേജ്, ആംബിയർ, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2 ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ടാങ്കിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ പ്രഷർ കൂട്ടിയെടുക്കാം. നമുക്ക് ഉയരം കൂട്ടിയെടുക്കുന്ന അനുസരിച്ച് വെള്ളത്തിൻ്റെ പ്രഷർ നമുക്ക് കൂട്ടാം. ടാങ്ക് താഴുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ പ്രഷർ നമുക്ക് കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൂട്ടിയെടുക്കുന്നതിനെ ടാങ്കിൻ്റെ ഉയരം കൂട്ടുന്നതിനെ നമുക്ക് പറയാം വോൾട്ടേജ് കൂട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാനിപ്പോൾ അടുത്തൊരു പിക്ചർ കാണിച്ചു തരാം. കേട്ടോ, ആ സ്ഥാനത്ത് നമ്മൾ ബാറ്ററി വെച്ച് കൊടുത്തേക്കണം. ബാറ്ററി എല്ലാവർക്കും അറിയാമല്ലോ, സാധാരണ ടോർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി. അതായത് ഒരു ടാങ്കിൽ നമ്മൾ ഒരു സെല്ല് വെച്ച് എത്ര ഹൈറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ടാങ്കിൽ 2 ബാറ്ററി വെച്ച് കഴിഞ്ഞപ്പോൾ അത്രയും ഹൈറ്റ് പൊങ്ങി എന്ന് വെച്ചാൽ ആ 2 ബാറ്ററിയുടെ വോൾട്ടേജ്, ഒരു ബാറ്ററിക്ക് 1.5 വോൾട്ട് ആണെങ്കിൽ 2 ബാറ്ററി നമ്മളവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 3 വോൾട്ടായിട്ട് കിട്ടും. ക്ലിയർ ആണോ? 2 ബാറ്ററി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 വോൾട്ടായിട്ട് കിട്ടും. അപ്പോൾ ടാങ്കിൻ്റെ ഉയരം കൂട്ടുന്നതനുസരിച്ച്, അതായത് വോൾട്ടേജ് കൂടും എന്നർത്ഥം ആ എക്സാമ്പിളിലൂടെ. വോൾട്ടേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ടാങ്കിൽ നമ്മൾ വെള്ളം ഇട്ടിട്ടുണ്ട്. വെള്ളത്തിന് നമുക്ക് പറയുന്നത് വേണമെങ്കിൽ ഒരു ആംബിയർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതിൻ്റെ ഒരു ടാങ്കിൻ്റെ വലിപ്പത്തിലുള്ള വെള്ളം, അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വെള്ളം, ആ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിന് നമുക്ക് വേണമെങ്കിൽ ആംബിയർ ആയിട്ട് കണക്കാക്കാം. അതിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രഷർ കൂട്ടിയെടുക്കാം. അതിനെ നമുക്ക് വോൾട്ടേജ് ആയിട്ടും കണക്കാക്കാം. ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ടാങ്കിൽ 2ലും ഈക്വൽ വാട്ടറാണുള്ളത്. ഇതിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നിൻ്റെ പുറത്തേക്ക് വരുന്ന ആ കുഴലിൻ്റെ സൈസ് കുറവും ഒന്നിൻ്റെ സൈസ് കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരെണ്ണത്തിൽ കൂടി പ്രഷർ കൂടുതലായിട്ട് പുറത്തേക്ക് വരും, മറ്റേതിൽ കൂടി പ്രഷർ കുറഞ്ഞും വരും. മാത്രമല്ല എയിൽ വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും, ബിയിൽ വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും, പക്ഷേ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പ്രഷറിനെയാണ് നമ്മൾ വോൾട്ടേജ് കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ കുഴലിൻ്റെ സൈസിൽ അത്രയും വെള്ളം പുറത്തേക്ക് വരുമ്പോൾ ആ സൈസിലുള്ള വെള്ളത്തിനെ നമുക്കൊരു ആംബിയർ ആയിട്ടും സങ്കല്പിക്കാൻ പറ്റും. ഇതൊരു എക്സാമ്പിളാണ്, അതിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി വോൾട്ടേജ് എന്താണ്, ആംബിയർ എന്താണ്. ഇത് രണ്ടും ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പോൾ ഒരു വെൽഡിങ് മെഷീനും ഉണ്ട് ഇവിടെ, ഒരു കൊതുകിനെ കൊള്ളുന്ന ഒരു ബാറ്റും ഉണ്ട്. അതായത് ഇതിൽ നമ്മൾ വെൽഡിങ് മെഷീനിൽ സാധാരണ ആംബിയർ കൂട്ടി ഉപയോഗിച്ചിട്ടാണ് വെൽഡിങ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. അതേസമയം കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വോൾട്ടേജിൻ്റെ ഹൈ വോൾട്ടേജ് കൊടുത്തിട്ടാണ് ഈ കൊതുകിനെ നമ്മൾ ഇതിനെ നശിപ്പിക്കുന്നത്. അതിനകത്തേക്ക് വന്ന് വീഴുമ്പോൾ ആ വലയുടെ അകത്ത് ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്.
അപ്പോൾ ആ കൊതുക് വന്ന് വീഴുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ കൊതുക് നശിച്ചു പോകും. അതേസമയം ഒരു വെൽഡിംഗ് മെഷീനിൽ അങ്ങനെയല്ല. വെൽഡിംഗ് മെഷീനിൽ ആംബിയർ കൂട്ടിയിട്ടാണ്, അതായത് ആംബിയർ കൂട്ടിയിട്ടാണ് ഇതിനെ മെറ്റലുകളെ തമ്മിൽ വെൽഡ് ചെയ്യുമ്പോൾ ഉരുക്കി ആ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ്. അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ രണ്ട് സംഭവം എടുത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, തറവാകാൻ വേണ്ടി. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു വേറൊരു കാര്യം കൂടി നമ്മൾ കണ്ടായിരുന്നു. വോൾട്ടേജും കറണ്ട് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ടേജ്. വാട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. വാട്ടേജ് എന്ന് പറഞ്ഞാൽ പവറിനെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വാട്ടേജ്. അതായത് എല്ലാ യൂണിറ്റിലും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ യൂണിറ്റിലും വാട്ടേജ് എന്ന് കാണിക്കും. അതായത് 200 വാട്ട്സ്, 300 വാട്ട്സ്, ഇപ്പോൾ അയൺ ബോക്സിലൊക്കെ ആണെങ്കിൽ 1000 വാട്ട്സ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇക്വേഷൻ നമുക്കത് പഠിക്കേണ്ടതുണ്ട്. ഈ വാട്ടേജും കറണ്ടും വോൾട്ടേജും തമ്മിൽ ഒരു ചെറിയൊരു ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഈ കാണിച്ചേക്കുന്നത് പറഞ്ഞാൽ പവറിനെയാണ് ഈ വാട്ടേജ് എന്ന് പറയുന്നത്. താഴെ കാണുന്ന ഐ എന്നിട്ടിരിക്കുന്നത് കറണ്ടാണ്, അതിനെ ആംബിയർ എന്ന് പറയും. വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് നേരത്തെ പറഞ്ഞ വോൾട്ടേജ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് അറിയാമെങ്കിൽ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ഇക്വേഷൻ. അത് ഇപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ വാട്ടേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പവർ വാട്ടേജ് അറിയണമെങ്കിൽ അതിൻ്റെ കറണ്ടും വോൾട്ടേജും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടേജ് നമുക്ക് കിട്ടും. അതല്ല, നമുക്ക് ആംബിയർ അറിയണമെങ്കിൽ പവറും അതായത് വാട്ടേജും ഡിവൈഡഡ് ബൈ വോൾട്ടേജ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിൻ്റെ ആംബിയർ എത്ര എടുക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ പവർ ഡിവൈഡഡ് ബൈ ആംബിയർ അല്ലെങ്കിൽ കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് 2-3 പ്രാവശ്യം നമ്മളത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്നേ ഉള്ളൂ. സിമ്പിളായ രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വയറിൽ തന്നെ വയർ നേരിയ വയറുമുണ്ട്, വണ്ണം കൂടിയ വയറുമുണ്ട്. അപ്പോൾ വണ്ണം കൂടിയ വയറിൽ കൂടി എന്ത് പറ്റും? കൂടുതൽ ആംബിയർ കടന്നു പോകും. വണ്ണം കുറഞ്ഞ വയറിലാണെങ്കിൽ അത്ര ആംബിയർ കടന്നു പോകില്ല, നേരിയ ആംബിയറേ പോവുള്ളൂ. അപ്പോൾ ഈ വണ്ണം കൂടുതലുള്ള വയറുകൾ ഇടുന്നതിൻ്റെ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ആ യൂസ് ചെയ്യണ ഐറ്റം കൂടുതൽ കറണ്ട് എടുക്കുന്നതാണെങ്കിൽ, അതിൽ കൂടുതൽ ആംബിയർ വാട്ടേജ് ഉള്ളതാണെങ്കിൽ കൂടുതൽ വണ്ണം കൂടിയ വയർ ഉപയോഗിക്കും. നമ്മൾ സാധാരണ ഇലക്ട്രിക് വയറിങ്ങിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. കൂടുതൽ വണ്ണം കൂടിയ വയർ ഉപയോഗിക്കും. അതേസമയം ചെറിയൊരു ബൾബിലാണെങ്കിൽ അത് നേരിയ വയർ ഉപയോഗിച്ചാൽ മതി. ചെറിയ അഡാപ്റ്ററൊക്കെ ആണെങ്കിൽ നേരിയ വയർ ഉപയോഗിച്ചാൽ മതി. അതൊക്കെ വാട്ടേജ് കുറവെടുക്കുന്ന സംഭവങ്ങളാണ്. ആംബിയറും വാട്ടേജൊക്കെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ വണ്ണം കൂടിയ സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ചൊക്കെ അഴിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും വളരെ വണ്ണം കൂടിയ 5 ആംബിയറിൻ്റെ വയറുകളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. കാരണം വരുന്നത് 5 ആംസിൻ്റെ വയർ വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഗേജിലുള്ള വയർ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടാവശ്യത്തിൽ ഓരോ സ്ഥലത്തേക്കും പോകുന്ന വയറുകൾ അതിനനുസരിച്ച് കുറയും. നമ്മളെടുക്കുന്ന ആംബിയറും വാട്ടേജിനനുസരിച്ച് വയറിൻ്റെ സൈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ആ വ്യത്യാസം. എക്സാമ്പിൾ പറഞ്ഞാണ് അല്ലേ. അത് ശരിക്കും തറവായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ നമ്മൾ ഈ ഇലക്ട്രോണിക്സിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എത്ര ഡ്രോപ്പ് ഉണ്ട്, എത്ര ഇതൊക്കെ ഉണ്ട്, ആംബിയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് തറവാക്കണം. ഞാൻ പറഞ്ഞില്ല, വോൾട്ടേജ്, കറണ്ട്, വാട്ടേജ്, ആംബിയർ. ഇപ്പോൾ ഒരു ബാറ്ററിയെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ AH എന്ന് പറയും, ആംബിയർ ഹവർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആംബിയർ ഹവർ ഒരു ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തുള്ള ആംബിയർ എത്ര മണിക്കൂർ അത് യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ആംബിയർ ഹവർ എന്ന് പറയും. കാരണം അത് ബാറ്ററിയാണ്, നമുക്ക് ഉപയോഗിക്കും തോറും അത് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ആംബിയർ ഹവർ എന്ന് പറയാൻ കാര്യം. മറ്റേ നമ്മളെ ലൈനിൽ വരുന്ന വോൾട്ടേജും അതിൻ്റെ ആംബിയറും കറണ്ട് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് നമുക്ക് ആംബിയറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് ആംബിയർ കുറഞ്ഞു പോകില്ല. പക്ഷേ ഒരു ബാറ്ററിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് യൂസ് ചെയ്യുന്നതനുസരിച്ച് ആംബിയർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബാറ്ററിയുടെ പുറത്ത് എഴുതിയിരിക്കുന്നത് 6Ah അല്ലെങ്കിൽ 10Ah. ഓരോ ബാറ്ററിക്കും AH എന്ന് പറയും. കാരണം ആംബിയർ പെർ ഹവർ എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, 2 ടൈപ്പ് വോൾട്ടേജും നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ്, അതായത് കറണ്ട്, അതായത് AC വോൾട്ടേജ്, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയും. നമ്മൾ ബാറ്ററിയിൽ നിന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് DC വോൾട്ടേജ് എന്ന് പറയും. അതിൻ്റെ വ്യത്യാസമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. അവിടെ നമുക്ക് കാണാൻ കഴിയും, ആ സിഗ്നൽസിൻ്റെ ഒരു വേവ് ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒരു സെക്കൻഡിൽ 50 ഹെർട്സ് എന്ന് പറയും. അതിന് നമുക്ക് കാണാൻ ഓരോ AC ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിൽ എഴുതുന്നത് എത്ര ഹെർട്സിലാണ് വർക്ക് ചെയ്തതെന്ന്
നമുക്ക് അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു വേറൊരു ടേമാണ് ഹെർട്സ്. ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഈ എ സിയുടെ ഫ്രീക്വൻസി, എ സിയുടെ സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് ഹെർട്സ് എന്ന് വെച്ചാൽ. ഈ എ സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് വീണ്ടും പീക്കിലെത്തി, പിന്നെ രണ്ടാമത് വീണ്ടും സീറോയിൽ വന്ന്, പിന്നെ വേണ്ട മൈനസിലേക്ക് പോയിട്ട് വീണ്ടും അത് സീറോയിലേക്ക് വരുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയും. അങ്ങനെ ഒരു 50 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് 50 ഹെർട്സ് എന്ന് പറയുന്നത്. ഈ 50 ഹെർട്സ് ആണ് നമ്മളുടെ എ സിയിൽ വേണ്ട ലൈൻ ഫ്രീക്വൻസി എന്ന് പറയും. 50 ഹെർട്സ് അതായത് നമ്മളുടെ ഒരു ബൾബ്, നമ്മൾ സാധാരണ ഒരു ഫിലമെൻ്റ് ബൾബ് നമ്മൾ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 50 തവണ ഓഫ് ആവുന്നുണ്ട്. 50 തവണ അത് ഓഫ് ആവുന്നുണ്ട്, 50 തവണ അത് ഓൺ ആവുന്നുമുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ അത് 50 പ്രാവശ്യം ഓൺ ഓഫ് അടിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. കേട്ടിട്ടുണ്ടോ ഇത്? അതിന് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് നമ്മൾ പൊതുവെ പറയും എ സി കറണ്ട് എന്ന്. ഇനി രണ്ടാമത് പറയുന്നത് നമ്മൾ ഡി സി കറണ്ട്. ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന കറണ്ടിനെയാണ് ഡി സി കറണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോകുന്നത്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് 2 ടെർമിനൽ ഉണ്ടാവും. ഈ ടെർമിനലിൽ നിന്നുമാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. മറ്റേ എ സി ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫേസ് ന്യൂട്രൽ എന്നും പറഞ്ഞു പറയും. ഫേസ് ന്യൂട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് വർക്ക് ചെയ്യുന്നത് ഈ ഫേസ് ന്യൂട്രൽ എന്നുള്ള ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് അങ്ങനെയല്ല, പോസിറ്റീവ് നെഗറ്റീവ് എന്നും പറഞ്ഞ് ഉള്ള 2 പോയിന്റിൽ കൂടിയാണ് ഇപ്പോൾ ബാറ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു പോസിറ്റീവ് സൈഡും കാണാൻ പറ്റും, ഒരു നെഗറ്റീവ് സൈഡും കാണാൻ പറ്റും. ഓക്കെ. അതേസമയം ഒരു എ സി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ടെസ്റ്റർ എടുത്തിട്ട് നമ്മൾ ലൈനിൽ ഫേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ടെസ്റ്റർ ഗ്ലോ കത്തുന്നത് കാണാൻ പറ്റും. പക്ഷേ ന്യൂട്രലിൽ കത്തുന്നത് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ ന്യൂട്രലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എ സി കറണ്ട് വർക്ക് ചെയ്യണം. ആ ന്യൂട്രലിൻ്റെ ലൈനാണ് നമ്മളിപ്പോൾ സീറോ എന്ന് കാണിച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ ന്യൂട്രൽ എന്ന് വിളിക്കാം. പിന്നെ നമ്മൾ ആരോ ഇട്ടിരിക്കുന്ന ലൈനിനെ നമുക്ക് അതിൻ്റെ വോൾട്ടേജിൻ്റെ, നമ്മളിപ്പോൾ 220 വോൾട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പീക്കിന് ഏറ്റവും മാക്സിമത്തിൽ വരുന്ന പോയിൻ്റാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് എ സിയിൽ. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന്, അതായത് ന്യൂട്രൽ ഇല്ല എങ്കിൽ എന്തോ പറ്റുമെന്ന് വെച്ചാൽ ഫേസിന് അവിടെ നിലനിൽക്കാൻ പറ്റില്ല. കാരണം ഫേസ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബേസ് റെഫറൻസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എ സിയെ നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും കഴിയുള്ളൂ. അതേസമയം ഡി സി ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിരിക്കണം. കാരണം പോസിറ്റീവ് ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി സി പ്രവർത്തിക്കില്ല. അതേപോലെ തന്നെ നെഗറ്റീവ് ബ്രേക്ക് ആയി കഴിഞ്ഞാലും അവിടെ ഡി സി നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എ സിയിലാണെങ്കിൽ ഫേസും ന്യൂട്രലും, ഡി സിയിലാണെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നുള്ള ആ 2 പോയിന്റ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഓരോരോ കോമ്പോണൻസിനെ കുറിച്ച് പഠിക്കും. കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന പാർട്സുകൾ, കോമ്പോണൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ വാല്യൂ ഒക്കെ നോക്കാനായിട്ട് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞ് ഒരു മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ആ മൾട്ടിമീറ്ററിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുകൂടാതെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ ബ്രെഡ് ബോർഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ പിക്ചർ ഞാൻ എടുത്തില്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് കാണിക്കാം. ബ്രെഡ് ബോർഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ബ്രെഡ് ബോർഡിൽ വെച്ച് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. വയർ വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഓരോ ഐറ്റംസിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു റെസിസ്റ്റർ, ഒരു ഡയോഡ്, ഒരു കപ്പാസിറ്റർ, ഇങ്ങനെ പല സാധനങ്ങളും നമ്മളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം കൂടി ഞങ്ങൾ പഠിക്കാനായിട്ട് ഈ ബ്രെഡ് ബോർഡ് നമ്മളെ സഹായിക്കും. കൂടാതെ തന്നെ മൾട്ടിമീറ്ററിൽ കൂടി നമുക്ക് അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും, അതിൻ്റെ എത്ര ആംപിയർ വർക്ക് എടുക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യണത്, നമ്മൾ വോൾട്ടേജ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നമുക്ക് കുറച്ച് പിന്നെ അതിനുള്ളൊരു കിറ്റായിട്ട് നമ്മൾ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ലിസ്റ്റ് തരാം. അതിൻ്റെ ലിസ്റ്റ് തരുന്നത് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് അത് വാങ്ങി നമുക്ക് ഒരു 1000 രൂപ താഴെയുള്ള ഒരു കിറ്റ് ഞാൻ വേണമെങ്കിൽ ലിസ്റ്റ് റെഡിയാക്കി തരാം അടുത്ത ക്ലാസ്സിൽ. ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും, കുറച്ചുകൂടി തറവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ച ഇന്നത്തെ ക്ലാസ്സിൽ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമുക്ക് ആ സമയത്ത് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്തു നോക്കുക, അതിൻ്റെ റിസൾട്ട് എടുക്കുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കത് വളരെ തറവായിട്ട് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും.
പിന്നീട് നമുക്ക് ഒരു ടഫ് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല, ഈസി ആയിട്ട് തോന്നും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് വരും. മാത്രമല്ല നമുക്കത് ഭയങ്കരമായിട്ട് തറവാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ കിറ്റ് നമ്മൾ വേണമെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. അതല്ലെങ്കിൽ ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികൾക്ക് നമ്മൾ ബുക്സ് വാങ്ങുന്നത് പോലെ നമുക്ക് ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു കിറ്റ് നമ്മൾ വാങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്ക് വരാൻ സൗകര്യപ്പെട്ടില്ലെങ്കിലും ഈ കിറ്റ് വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോരോ സംഭവങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതാണ് കിറ്റിനെ കുറിച്ച് പറയേണ്ടത്. പിന്നെ സോൾഡറിങ് ചെയ്യണമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് കോമ്പണൻസ് എല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് സോൾഡർ ചെയ്തിട്ടാണ്. അതായത് ഒരു ബോർഡിൽ നമ്മളത് കണക്ട് ചെയ്തിട്ട് അത് സോൾഡർ ചെയ്തിട്ടാണ് അടുത്ത സാധനം വെക്കുന്നത്. സോൾഡറിങ്ങിലൂടെ അതിൻ്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടി സോൾഡറിങ് അയൺ നമ്മൾ ഈ കിറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റ്, ലെഡ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അത് സോൾഡറിങ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നോക്കാം. മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതുപോലുള്ള മൊഡ്യൂളുകൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇത് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പല പല ആവശ്യങ്ങൾക്കും പല പല മൊഡ്യൂളുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മൊഡ്യൂളുകൾ നമ്മൾ സോൾഡർ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ വയറിൻ്റെ ഔട്ട്പുട്ടൊക്കെ എടുക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ ഒരു ചെറിയൊരു കയ്യിൽ ഒരു വിരലിൻ്റെ അത്ര ഉള്ള ഒരു ആംപ്ലിഫയറാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നതിൻ്റെ പോയിൻ്റ് ഉണ്ട്, ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്, ഔട്ട്പുട്ട് സ്പീക്കർ കണക്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കാണണമെങ്കിൽ സോൾഡറിങ് വേണം. അപ്പോൾ സോൾഡറിങ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള മൊഡ്യൂളുകളെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള ബ്ലൂടൂത്ത് മൊഡ്യൂളുകളുണ്ട്. അത് നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടി വി ആകട്ടെ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം ആകട്ടെ എന്ത് സാധനം നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പഠിക്കുന്ന ഇതൊരു പഴയ ആംപ്ലിഫയറാണ്. ഇത് ഭയങ്കര വലിയ ആംപ്ലിഫയർ ആയിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ ഉള്ള ആംപ്ലിഫയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വളരെ ചെറുതാണ്. ഈ ചെറിയ ആംപ്ലിഫയർ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. വളരെ 50 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിഫയറിനെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നെ സെൻസർ യൂണിറ്റുകൾ ധാരാളം നമുക്ക് മാർക്കറ്റിൽ കിട്ടും. സ്വിച്ച് തന്നെ പല ടൈപ്പ് സ്വിച്ചുകൾ കിട്ടും. ഇതൊക്കെ നമുക്ക് പല രീതിയിൽ നമ്മുടെ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇത്രയും